ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ പ്രശസ്തമാക്കിയ നേതാവ് ആരാണ്? നേതാക്കന്മാരെ ഒരുപാട് പേര് അറിയാം, പക്ഷെ ആരാണെന്നുള്ള അറിയത്തില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അച്യുതാനന്ദൻ. ജയ് ഹിന്ദ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പേര് മാത്രം അറിഞ്ഞൂടാ, ബ്രിട്ടീഷുകാരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. AKG ആണോ? അറിയില്ല ഏട്ടാ, ഈ ആണെന്ന് തോന്നുന്നു. ഗാന്ധിജിയാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് ഉണ്ടാവും. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിൻ്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണൻ്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് അകത്തുമുറിയിലാണ്. അകത്തുമുറിയിൽ നമ്മളെ ഈ അഞ്ചുതെങ്ങ് കുളമുട്ടം കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന റിസോർട്ടിലെ നടത്തിപ്പുകാരാണ്. എന്താണ് പേര്? ഷീജ. എങ്ങനെയുണ്ട് റിസോർട്ടിലൊക്കെ നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്? അത്യാവശ്യം ആളുകളെല്ലാം വരുന്നുണ്ട്. ഇവിടെ വരുന്നവർ വീണ്ടും വീണ്ടും വരുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലേ? കാര്യം എല്ലാം കൊണ്ടും ഒരു നല്ല രീതിയിലുള്ള ആംബിയൻസ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട്, ആളിഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ വർക്കലയിലേക്ക് എത്തുന്നവരായിരുന്നാൽ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് അവരുടെ ബഡ്ജറ്റിനൊത്ത് നിൽക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അതെ, അതന്നെ. അപ്പോൾ പാണൻ്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. അപ്പോൾ അവിടെ നമ്മുടെ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം അവിടെ ലഭ്യമാണ്. പെയിൻറ് ഉൾപ്പെടെ അവിടെ നിന്ന് ലഭ്യമാണ്. അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ്: മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ? സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? അങ്ങനെയില്ല, സമരങ്ങളിൽ പോയിട്ടുണ്ട്, മറ്റേ പാർട്ടിയുടെ ഇതിലൊക്കെ പോയിട്ടുണ്ട്. ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടോ? ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ പ്രശസ്തമാക്കിയ നേതാവ് ആരാണ്? എനിക്ക് അറിഞ്ഞൂടാ. നേതാക്കന്മാരെ ഒരുപാട് പേര് അറിയാം, പക്ഷെ ആരാണെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഞങ്ങളുടെ കൈവശം ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകി കഴിഞ്ഞാൽ ആ സമ്മാനം ലഭിക്കും. രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ഇൻകിലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇൻകിലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അല്ലേ? ഈ മുദ്രാവാക്യത്തെ പ്രശസ്തനാക്കിയത് ആരാണ്? ഏത് നേതാവാണ്? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അച്യുതാനന്ദൻ. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻകിലാബ് സിന്ദാബാദ് ഉണ്ടാക്കിയവർ ഇന്ദിരാഗാന്ധിയുടെ നവറുണ്ട്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ പ്രശസ്തനാക്കി ഞാൻ ജയ് ഹിന്ദ്. അതെയാണ്. ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പേര് മാത്രം അറിഞ്ഞൂടാ, ബ്രിട്ടീഷുകാരാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലിരുന്ന് ഭരിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാർ പോകാൻ നേരത്തിട്ടുള്ള 1921-20 തോന്നുന്നു. അവരിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. കേട്ടിട്ടുണ്ട്, എത്രയേ ഉള്ളൂ. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ പ്രശസ്തനാക്കിയ നേതാവ് ഗാന്ധിജിയാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് ഉണ്ടാവുക വിളിക്കാൻ. ഏത് യാത്രയിലാണ്? ദണ്ഡി യാത്രയിലും ഉപ്പ് സത്യാഗ്രഹത്തിലാണ്? എല്ലാത്തിലും. ഉപ്പ് സത്യാഗ്രഹവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എല്ലാം ഇംഗ്ലീഷ് സിന്ദാബാദ് വിളിച്ചു. ഗാന്ധിജി അല്ല. ഇതിൽ ഇൻകിലാബ് സിന്ദാബാദ് വിളിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ മുദ്രാവാക്യം പ്രശസ്തമാക്കിയ നേതാവ് ആരാണെന്ന് അറിയാമോ? അറിയില്ല. അറിയത്തില്ല. AKG ആണോ? AKG അല്ല. അറിയില്ല ഏട്ടാ, ആണെന്ന് തോന്നുന്നു. EK നയനാർ അല്ല, അതിന് മുമ്പേ ഉണ്ട്. AKGയും അല്ല, EMS അല്ല. ഇത് 1921 ഈ മുദ്രാവാക്യം ഉയർന്നത്. അതിനുശേഷം 1929 ഡൽഹി അസംബ്ലിക്ക് നേരെ ഭഗത് സിംഗ് ബോംബെറിഞ്ഞ ശേഷം, ഭഗത് സിംഗ് ഉണ്ടല്ലോ,
ഭഗത് സിംഗ് ബോംബെറിഞ്ഞ ശേഷം വിളിച്ചതാണ് ഇൻകിലാബ് സിന്ദാബാദ്. തുടർന്ന് അദ്ദേഹത്തിനെ ബ്രിട്ടീഷ് പട്ടാളം വലിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും കേട്ട വലിയ രീതിയിൽ മുഴക്കിയ ഒരു മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ്. അത് പിന്നെ നമ്മുടെ രാജ്യത്തെ വിപ്ലവം സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി എല്ലാവരും ഏറ്റുവിളിച്ച ഒരു മുദ്രാവാക്യമായി തീർന്നു. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.